ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടാനുറച്ച് പോലീസ്. മുൻകൂർ ജാമ്യത്തെ എതിർത്ത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ SIT റിപ്പോർട്ട് നൽകി. ബലാത്സംഗത്തിനും ഭ്രൂണഹത്യയ്ക്കും തെളിവുകൾ നിരത്തിയാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത്. നാളെയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. നടപടികൾ അടച്ചിട്ട മുറിയിൽ വേണമെന്ന് മാങ്കൂട്ടത്തിലിന്റെ അപേക്ഷ. അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ SIT രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്? രാഹുലിന്റെ ഈ അപേക്ഷ അടച്ചിട്ട കോടതി മുറിയിൽ കാര്യങ്ങൾ നടത്തണം എന്ന അപേക്ഷ, അത് പരിഗണിക്കുവാനുള്ള സാധ്യത എത്രമാത്രമാണ്? ലക്ഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന്റെ കൃത്യം തെളിവുകൾ സഹിതം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഈ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി രാഹുലിന് ബന്ധമുണ്ടായിരുന്നതായും ഗർഭധാരണത്തിന് നിർബന്ധിച്ചതായും അതിനുശേഷം ഗർഭചിത്രത്തിന് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ അതിനുശേഷമുണ്ടായ ഈ ഗർഭചിത്രത്തിനായി ഗുളിക കഴിച്ചതിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ മൊഴികൾ അടക്കം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. രാഹുലിന് ഒരു തരത്തിലും മുൻകൂർ ജാമ്യം നൽകരുത്. നൽകിയാൽ ഈ കേസിന്റെ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, മാത്രമല്ല അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, ഇരയെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക ഹർജി കൂടി ഫയൽ ചെയ്തിരിക്കുന്നു. ചില ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് കാണിക്കുന്നതിന് വേണ്ടി, അത് കോടതി മുറിക്കുള്ളിൽ കാണിക്കുന്നതിന് വേണ്ടി അത് അടച്ചിട്ട മുറിയിലാകണം ഈ കേസ് പരിഗണിക്കേണ്ടത്, ഈ ഹർജി പരിഗണിക്കേണ്ടത് എന്നൊരാവശ്യമാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് കോടതിയിൽ പ്രത്യേക ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും? ഒരുപക്ഷെ ഇന്നോ നാളെയോ കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. രാഹുൽ നേരത്തെ തന്നെ ചില തെളിവുകൾ തനിക്ക് ഹാജരാക്കാനുണ്ടെന്ന് പറയുകയും അത് പിന്നീട് സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ലക്ഷ്മി.